നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാവർക്കും വന്ദനം. ഇന്ന് ഞാനൊരു വീഡിയോ കഴിഞ്ഞ ഇതിനു മുമ്പ് ഇട്ടായിരുന്നു. ഇറ്റ്സ് അബൌട്ട് ടൈറ്റ്. അതിനെക്കുറിച്ച് കൃത്യമായ നിലയിൽ ജനങ്ങൾക്ക് ബോധ്യം വന്നുകൊണ്ടിരിക്കുന്നു എന്നതിൽ ഞാൻ അതിയായ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ദൈവരാജ്യത്തിന് വേണ്ടിയും ദൈവസഭയ്ക്ക് വേണ്ടിയും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയും കൊടുക്കുന്നത് തെറ്റാണെന്നോ അത് കൊടുക്കാൻ പാടില്ലോ എന്നല്ല ഞാൻ അതിൽ വിവക്ഷിച്ചത്. കൃത്യമായി ദശാംശം എന്നതിൽ ഉറച്ചു നിൽക്കുന്ന, അതിൻ്റെ പേരിൽ ജനത്തെ ചൂഷണം ചെയ്യുന്ന സകല മതത്തിൻ്റെ നേതാക്കളോടും പാസ്റ്റേഴ്സിനോടും ബിഷപ്പിനോടുമാണ് ഞാൻ സംസാരിച്ചത്. കാരണം അവർ അത് ചെയ്യുന്നത് തികച്ചും വചന വിരുദ്ധമാണ്, ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമല്ല. അത് ചെയ്യുന്നവർ അത് ഇല്ലീഗലായിട്ടാണ് ചെയ്യുന്നത് എന്ന് ഞാൻ കൃത്യമായ നിലയിൽ വേദപുസ്തകം വെച്ച് തെളിയിച്ചു. പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് ഓർമ്മ വന്ന ഒരു വാക്യം, കാരണം ഈ കൊടുക്കുന്നതിൽ ആളുകൾ ഏറ്റവും കൂടുതൽ എടുക്കുന്ന ഒരു വാക്യമുണ്ട്. ചിലർ പറയാറുണ്ട്, നിങ്ങളുടെ കയ്യിലുള്ളത് ഏറ്റവും നല്ലത് ദൈവത്തിന് കൊടുക്കണം. നിങ്ങളുടെ പേഴ്സിലിരിക്കുന്ന ഏറ്റവും നല്ല നോട്ട്, ഏറ്റവും വലിയ നോട്ട് നിങ്ങൾ കർത്താവിന് കൊടുക്കണം. സ്തോത്രകാഴ്ച പാത്രത്തിലിടുമ്പോൾ നിങ്ങളുടെ പേഴ്സിനകത്തിരിക്കുന്ന ഏറ്റവും നല്ലത്, നിങ്ങൾ വണ്ടിക്കൂലി ഒഴിച്ച് ബാക്കിയെല്ലാം കർത്താവിനിടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനും പറഞ്ഞിട്ടുണ്ട്. ഐ റിപ്പന്റ്. കാരണം അറിയത്തില്ല, കാരണം ഈ അന്ധതയിലിരുന്നപ്പോൾ നമ്മുടെ കണ്ണും അന്ധത പിടിച്ചിരുന്നു. കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല, സന്തോഷത്തോടെ കൊടുക്കണം. പുതിയ നിയമത്തിന്റെ ഭാഷയിൽ ഗിവിങ് എന്ന് പറയുന്നത് സന്തോഷത്തോടെ, ഇറ്റ് ഈസ് ഫ്രം ദ ഓവർഫ്ലോ ഓഫ് ലവ്. നമ്മുടെ സ്നേഹത്തിന്റെ തികവിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. ദൈവവചനത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നുവെങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹമായി മാറിയ കർത്താവിൻ്റെ ശുശ്രൂഷയെ നിങ്ങൾ സഹായിക്കണം, നിങ്ങൾ കൊടുക്കണം. അത് നിർബന്ധമല്ല, സന്തോഷത്തോടെ. ഒരു ടൈറ്റുമില്ല. നമുക്ക് എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി, മിക്കവാറും എല്ലാ ദുരുപദേശങ്ങളും ന്യൂ ടെസ്റ്റമെന്റ് ബേസ് അല്ലാത്തതെല്ലാം പോകുന്നത് ഓൾഡ് കവനന്റിലേക്ക്. അതിലൊന്നാണ് ഈ ജനറേഷണൽ കേഴ്സ്. ജനറേഷണൽ കേഴ്സ് എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ തട്ടിപ്പാണ്. കാരണം പുതിയ നിയമസഭയ്ക്ക്, പുതു സൃഷ്ടിക്ക്, ക്രിസ്തുവേശുവിനെ രക്ഷ പ്രാപിച്ച, ജീവൻ പ്രാപിച്ച ദൈവപുത്രന്മാർക്ക് പുതു ഉടമ്പടിയിൽ ഇരിക്കുന്നവരുടെ മേൽ ശാപം ഇല്ല. നിന്റെ മേലോ, നിന്റെ തലമുറയുടെ മേലോ, നിന്റെ കുഞ്ഞുങ്ങളുടെ മേലോ, നിന്റെ മാതാപിതാക്കളുടെ മേലോ, നിന്റെ വിദ്യാഭ്യാസത്തിന്റെ മേലോ, നിന്റെ സമൃദ്ധിയുടെ മേലോ ഒരു ശാപവുമില്ല. ശാപമുണ്ടെന്ന് പറയുന്നവർ നിങ്ങളെ 100% എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വന്നതാണ്, നിങ്ങളെ ചൂഷണം ചെയ്യാൻ വന്നതാണ്. There is no curse in the new creation. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി, ഇതാ സകലതും പുതുതായിരിക്കുന്നു. There is no curse. ആരെങ്കിലും നിങ്ങൾ അങ്ങനെ പറയുന്നെങ്കിൽ അവരെ വിട്ട് ഓടി രക്ഷപ്പെടുവാൻ ഞാൻ വീണ്ടും നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. ഇവരുടെ എല്ലാ മോട്ടീവ് സമ്പത്താണ്. ഈ കഴ്സ് ബ്രേക്കിംഗ് ആയാലും ചിലരുടെ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ. ഈ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിൻ്റെ മീറ്റിങ്ങുകൾ നമുക്ക് പലപ്പോഴും കേരളത്തിൽ കാണാൻ പറ്റും. അതിൽ നിശ്ചയമായിട്ടും ബ്രേക്ക് ത്രൂ ഉണ്ടാകാറുണ്ട്. അത് നടത്തുന്ന പാസ്റ്റർക്കും സംഘാടകർക്കും. നിങ്ങൾ കൊടുത്താൽ അനുഗ്രഹിക്കപ്പെടും. ഇത് ഓൾഡ് കവനന്റ് സിസ്റ്റമാണ്. ന്യൂ കവനന്റിൽ കൊടുത്താൽ അനുഗ്രഹിക്കപ്പെടുമെന്നല്ല, അനുഗ്രഹിക്കപ്പെട്ടിരിക്കയാൽ കൊടുക്കുക എന്ന്. വിതയും കൊയ്ത്തും പുതിയ നിയമത്തിലില്ല. പുതിയ നിയമത്തിൽ ഉള്ളത് വിതയ കൊയ്ത്ത് ഓൾഡ് കവനന്റാണ്. കാരണം പുതിയ നിയമത്തിൽ ഒരൊറ്റ വിത്തേ ഉള്ളൂ. ആ വിത്ത് ഗോതമ്പ് മണിയായ ക്രിസ്തുവാണ്. അത് കാൽവറിയിൽ വിതയ്ക്കപ്പെട്ടു. അത് മുഖാന്തരം ഉണ്ടായി വന്ന കൊയ്ത്തിനാൽ വന്നവരാണ് നാം ക്രിസ്തു എന്ന വിത്തിനാൽ ഉണ്ടായി വന്നവരാണ്. സോ രണ്ടാമത്തെ കാര്യം, വിതയ്ക്കുന്ന സ്ഥലം ദൈവത്തിന്റെ സഭയല്ല, വിതയ്ക്കേണ്ടത് വയലിലാണ്. ദൈവസഭയ്ക്കകത്ത് വിതയും കൊയ്ത്തും ആരംഭിക്കുന്നെങ്കിൽ അർത്ഥം ദൈവത്തിന്റെ സഭ, ദൈവത്തിന്റെ വീട് നിങ്ങൾ കൃഷിയിടമാക്കി മാറ്റിയെന്നും, യേശുക്രിസ്തുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾ അതിനെ വാണിഭശാലയാക്കി മാറ്റി. 1 കൊടുത്താൽ 2 കിട്ടും എന്ന് പറയുന്ന വാണിഭശാലയാക്കി ക്രിസ്തുവിന്റെ സഭയെ മാറ്റി, കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റി. നല്ല നിലയിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കൊള്ളക്കാരെ കൊണ്ട് സഭ നിറഞ്ഞിരിക്കുകയാണ്. ദൈവസഭ വിതയ്ക്കേണ്ട സ്ഥലമല്ല. ദൈവരാജ്യത്തിലും ആരും വിതയ്ക്കേണ്ട. കാരണം ദൈവരാജ്യം നമ്മുടെ വിതയിലല്ല വളരുന്നത്. ദൈവരാജ്യം ക്രിസ്തു എന്ന ഏക വിത്തിനാലാണ് വളരുന്നത് എന്ന് മറക്കരുത്. അപ്പോൾ കർത്താവിന്റെ വേല ചെയ്യുന്നവർ എന്ത് ചെയ്യണം? നിശ്ചയമായും നിങ്ങൾ അവരെ സ്നേഹിക്കണം, നിങ്ങൾ അവരെ കരുതണം, അവർക്ക് വേണ്ടതെല്ലാം നിങ്ങൾ കൊടുക്കണം. നിങ്ങൾക്ക് അധികമായുള്ളത് നിങ്ങൾ ദൈവകൃപയാൽ
മറ്റുള്ളവർക്ക് 100% ചെയ്യും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വചനം പഠിപ്പിക്കുമ്പോൾ എൻ്റെ വചനത്താൽ അനുഗ്രഹിക്കപ്പെടുന്നവർ നൽകുന്ന ഏറ്റവും സാക്രിഫിഷ്യൽ ആയിട്ടുള്ള നന്മ കൊണ്ടാണ് ഞാനും ജീവിക്കുന്നത്. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ കയ്യിൽ പണമുള്ളപ്പോൾ, എൻ്റെ ബാങ്കിൽ പണം ഉള്ളപ്പോൾ ഞാൻ കർത്താവ് കൂടുതൽ സമയം വചനം പഠിക്കാനും വചനം മെസ്സേജ് കൊടുക്കാനും ഒക്കെ ഞാൻ സമയം ചെലവിടാം. ഇല്ലാത്ത വരുന്നൊരു സാഹചര്യം വന്നാൽ, എൻ്റെ ബാങ്കിൽ പൈസ ഇല്ലാതാകുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എന്നിട്ട് എന്തെങ്കിലും ഒരു ജോലി ഏതെങ്കിലും ഒരു നിലയിൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. ഇതാണ് ഞാൻ ചെയ്യാറുള്ളത്. അല്ലാതെ എൻ്റെ സഹോദരന്മാരോട്, എനിക്ക് സ്നേഹിതരായ ആളുകൾ എന്നെ സഹായിക്കാറുണ്ട്. ഞാൻ അതിനൊന്നും കുറ്റപ്പെടുത്തുകയല്ല. താങ്ക് ഗോഡ് ഫോർ എവറി പ്രൊവിഷൻസ്. ദൈവം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണർത്തിക്കാതെ ആർക്കും ആരെയും സഹായിക്കാൻ പറ്റില്ല. ന്യൂ ടെസ്റ്റമെന്റിൽ 1, സന്തോഷത്തോടെ നമ്മൾ കൊടുക്കണം, സ്നേഹത്തിൽ നിന്നായിരിക്കണം കൊടുക്കേണ്ടത്. 3, ആത്മനിയോഗത്തിലായിരിക്കും കൊടുക്കണം. നമ്മുടെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രേരണയ്ക്ക് അനുസരിച്ചാണ് കൊടുക്കേണ്ടത്. ഇപ്പൊ എൻ്റെ മിനിസ്ട്രി സഹായിക്കുന്ന എനിക്ക് ലക്ഷറി ആകാനും എനിക്ക് ഇഷ്ടം പോലെ ജീവിക്കാനും അല്ല സ്തോത്രകാഴ്ച ഞാൻ വാങ്ങിക്കേണ്ടത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് നന്മകൾ തരുന്ന മിക്കവാറും സാധാരണക്കാരായ ആളുകൾ. അവരൊരു പക്ഷേ പലതും ചുരുക്കി, അവരുടേതായ ലക്ഷറിയൊക്കെ ചുരുക്കി വെച്ചിട്ടായിരിക്കാം കർത്താവിന്റെ വേലക്കാർക്കായിട്ട് അവർ സമ്പത്ത് തരുന്നത്. അപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. അവർ തട്ടുദോശയിൽ പോയി, ഒരു തട്ടുകടയിൽ പോയി 2 ദോശയും ഒരു പരിപ്പോടയും ഒക്കെ കഴിച്ച് ചെറിയൊരു എമൗണ്ടിൽ അവർ ഫുഡ് കഴിച്ചിട്ടായിരിക്കാം ആ പൈസ മിച്ചം വെച്ച് ബാക്കി സുവിശേഷത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി നൽകുന്നത്. ആ കിട്ടുന്ന കാശ് കൊണ്ട് ഞാൻ പോയി കുഴിമന്തിയും പിന്നെ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി ബുഫയിൽ കയറി ചെന്ന് 1000 രൂപയുടെ ഒരു നേരത്തെ ഫുഡ് കഴിക്കുന്നെങ്കിൽ ദൈവസന്നിധിയിൽ നീതിയല്ല എന്ന് കൃത്യമായിട്ട് ഞാൻ പറയും. കാരണം നമ്മൾ ആരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നോ അവരുടെ നിലവാരത്തെക്കാൾ അല്പം ആത്മാവിൽ ഒന്ന് താഴ്മയോടെ താണിരുന്ന് വേണം നമ്മളത് ഉപയോഗിക്കാനെന്നാണ് ഞാൻ മനസ്സിലാക്കിയ ആത്മീയ യാഥാർത്ഥ്യം. കാരണം വേറൊരു ഉദാഹരണം പറയാം. ഒരു ബൈക്കിൽ 3, ഞാൻ പലപ്പോഴും ഞങ്ങളുടെ ചർച്ചിൽ സഹോദരങ്ങൾ വരുന്നത് കണ്ടിട്ടുണ്ട്. 3 പേര് ഒരുമിച്ച് ഒരു സ്കൂട്ടറിൽ വരാറുണ്ട്. എന്ത് കഷ്ടപ്പാടില്ല അവർ വരുന്നത്. അവർ കൊണ്ടുതരുന്ന സമ്പത്ത് വെച്ചിട്ട് ഞാൻ AC ബസ്സിനകത്ത് യാത്ര ചെയ്യുക, ഞാൻ ലക്ഷറി ആയിട്ട് യാത്ര ചെയ്യുക, ഞാൻ വലിയ കാറിനകത്ത് യാത്ര. ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി ഒരു ചതിയാണ്, ചെയ്യാൻ പാടില്ല. കാരണം ഇത് ദൈവത്തിന്റെ ദാസന്മാരാണ്, ദൈവത്തിന്റെ പ്രൊഫഷണലുകളല്ല നമ്മൾ. വി ആർ നോട്ട് ദ എക്സിക്യൂട്ടീവ്സ് ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്, വി ആർ ദ സെർവൻസ് ഓഫ് ഗോഡ്, വി ആർ ദ സ്റ്റുവേർഡ്സ് ഓഫ് ഗോഡ്. നമ്മുടെ മുമ്പിൽ വരുന്ന ജനങ്ങളെക്കാൾ നമ്മൾ ഒത്തിരി താന്നവരാണ്. സ്പിരിച്വലി ഐ എം ടോക്കിംഗ്, വി ആർ ഗോഡ്സ് പീപ്പിൾ. ബട്ട് നമ്മുടെ പ്രൊഫഷനിൽ, നമ്മുടെ പൊസിഷനിൽ നാം ആ നിൽക്കുന്ന ജനത്തെക്കാൾ താന്ന് നിൽക്കുക. വി ആർ സെർവിങ് പീപ്പിൾ. ഹോട്ടലിൽ വന്നിരുന്ന് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്ന ഗസ്റ്റിന്റെ മുമ്പിൽ വിഭവങ്ങളുമായിട്ട് കടന്നു വരുന്ന വെയിറ്റർ ഒരിക്കലും ആ ഗസ്റ്റിനൊക്കെ വലിയ ആളല്ല. ആ ഗസ്റ്റ് അവരെ സെർവ് ചെയ്യേണ്ട സെർവൻ്റ് ആണ്, വെയിറ്റർ ആണ്, സ്റ്റുവാർഡ് ആണ് ഓരോ ദൈവദാസന്മാരും. അപ്പൊ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഗിവിങ് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കൊടുക്കണം. നമുക്കത് 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിൽ കൃത്യമായിട്ട് പൗലോസ് പറയുന്നുണ്ട്, ധർമ്മശേഖരം, ദശാംശം പിരിക്കണമെന്നല്ല. ഞാൻ ഓപ്പണായിട്ട് പറയാം, അപ്പോസ്തലൻ പൗലോസോ പത്രോസോ യാക്കോബോ യോഹന്നാനോ യേശു ക്രിസ്തുവോ ഒരിടത്തും ന്യൂ ടെസ്റ്റമെന്റിൽ ദശാംശം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല. നിശ്ചയമായിട്ടും കണ്ണിങ് ഫെലോസ്, കുറുക്കം ബുദ്ധിയുള്ളവർ നിശ്ചയമായിട്ടും, എനിക്കറിയാം ഇപ്പോൾ ഒരു വാക്യമായിട്ട് വരും. അത് മറ്റൊന്നുമല്ല, മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ ചതുകുപ്പയിലും ജീരകത്തിലും തുളസിയിലും പതാരം കൊടുക്കുന്നു, ദശാംശം കൊടുക്കുന്നുണ്ട്. എന്നാൽ നീതിയും സ്നേഹവും കരുണയും നിങ്ങൾ വിട്ടുകളയുന്നു എന്ന് കർത്താവ് പറയുന്നു. എന്നിട്ട് പറയുന്നു, നിങ്ങൾ അത് ചെയ്യുകയും വേണം, ഇത് കൈവിടാതിരിക്കണം. ആരോട് സംസാരിക്കുന്നു? പരീശന്മാരോടും സദൂക്യരോടും മറ്റ് പ്രമാണിമാരോടും, ജൂയിഷ് പീപ്പിളിനോട്. കാരണം അന്ന് ടൈത്ത് നിലവിലുണ്ട്. ക്രൈസ്റ്റ് സംസാരിക്കുന്ന സമയത്ത് ദശാംശം എന്നത് നിലവിലുണ്ട്. കാരണം ഓൾഡ് കവനന്റ് അവിടെ നിലവിലുള്ളത് കൊണ്ട്. ആ വാക്യം എടുത്തിട്ട് ചതുകുപ്പയിലും അതിലും ഇതിലുമൊക്കെ ദശാംശം കൊടുക്കണം എന്ന് പറയുന്നവരുണ്ട്. മറ്റു ചില മഹാന്മാർ പറയുന്നുണ്ട്, നിങ്ങളുടെ നീതി, ശ്രദ്ധിക്കണം, ഇതൊക്കെ എല്ലാം കണ്ണിങ്സ്, വേദപുസ്തകത്തിന്റെ വചനം എടുത്തിട്ട് ജനത്തെ കളിപ്പിക്കുന്ന കണ്ണിങ് ഫെലോസ്. അവരെ ഞാൻ എന്താ വിളിക്കണമെന്ന് എനിക്കൊന്നും അറിയത്തില്ല. വേണമെങ്കിൽ ഷെനാഗിയൻസ് എന്ന് പറയും. ഷെനാഗിയൻസ് മീൻസ് കപടവേഷധാരികൾ. ഇവരെടുക്കുന്ന വേറൊരു വാക്യമുണ്ട്. അത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലൊരു വാക്യമാണ്. നിങ്ങളുടെ നീതി പരീശന്മാരുടെ നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗ്ഗരാജ്യത്തിൽ കടക്കാൻ പറ്റില്ല. ഞാനിത് 1000 പ്രാവശ്യം കേട്ടിട്ടുണ്ട് ചെറിയ പ്രായത്തിൽ. അതിന് പറയുന്നത്, പരീശന്മാരുടെ നീതി എന്ന് പറഞ്ഞാൽ ചതുകുപ്പയിലും തുളസിയിലും ജീരകത്തിലും അതിലുവരെയും ഏറ്റവും ലോവറായിട്ടുള്ള, ഏറ്റവും ചെറിയതായിട്ടുള്ള കൃഷി വിഭവങ്ങളിൽ പോലും അവർ ദശാംശം കൊടുക്കുന്നവരാണ്. അതാണ് അവരുടെ നീതി. നിങ്ങളുടെ നീതി അതിലും കവിയണം എന്ന് പറഞ്ഞാൽ, അവർ ദശാംശം കൊടുക്കുന്നെങ്കിൽ
നിങ്ങൾ അത്രയൊന്നും കൊടുത്താൽ പോരാ. 10 കൊടുത്തെങ്കിൽ നിങ്ങൾ 10 20 കൊടുക്കണം, അല്ലെങ്കിൽ 10 2 കൊടുക്കണം. 10 20 അല്ല, 10 2 കൊടുക്കണം. അല്ലെങ്കിൽ 100 10 അവർ കൊടുക്കുന്നെങ്കിൽ നിങ്ങൾ 100 20 കൊടുക്കണം. അപ്പം പരീശന്മാരുടെ നീതിയേക്കാൾ നിങ്ങളുടെ നീതി കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തെ കടക്കത്തില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. നോക്കിയേ, എന്തോ ഒരു കണ്ണിങ്ങിനെസ് ആണ്. നോക്കി, പരീശന്മാരുടെ നീതി ദശാംശമല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇങ്ങനെ ഏതെങ്കിലും ആളുകൾ ഈ നിലയിൽ ഇത് കേട്ടിട്ടുള്ളവർ, എനിക്കറിയാം 100% മലയാളിയുടെ ഇഷ്ടംപോലെ ഇതുണ്ട്. ദയവായിട്ട് ശ്രദ്ധിക്കുക. പരീശന്റെ നീതി പറഞ്ഞാൽ ലോ, ദ റൈച്ചസ്നെസ് അണ്ടർ ദ ലോ. പൗലോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ പറഞ്ഞാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലുള്ള നീതി. അതാണ്. അല്ലാതെ ദശാംശം കൊടുത്തിട്ട് 10 കൊടുക്കുമ്പോൾ നിങ്ങൾ 10 2 കൊടുക്കണം എന്ന് പറയുന്ന കള്ളത്തരം, കൊള്ളത്തരമല്ല. നിങ്ങളുടെ നീതി, പരീശന്റെ നീതി എന്ന് പറഞ്ഞാൽ റൈച്ചസ്നെസ് അണ്ടർ ദ ലോ. അതിൽ കവിയണം എന്ന് പറഞ്ഞാൽ, അതിനേക്കാൾ കവിയുക എന്ന് പറഞ്ഞാൽ റൈച്ചസ്നെസ് ബൈ ദ ഫെയ്ത്ത് ഓൺ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിന്റെ മേലുള്ള വിശ്വാസത്താൽ ലഭ്യമാകുന്ന നീതിയാണ്. ആ നീതിയാണ് പ്രാപിക്കാത്തവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞതിനർത്ഥം. അല്ലാതെ ദശാംശത്തിന് പകരം കൂട്ടിക്കൊടുക്കണമെന്നല്ല. ഇതെല്ലാവരും കണ്ണിങ് ആണ്. ഇവർ ദേ ആർ വെരി കണ്ണിങ് ഫെലോസ്, വെരി കണ്ണിങ് ഫെലോസ്. ഐ എം വെരി സോറി. കാരണം വേറൊരു കാര്യമുണ്ട് ഞാൻ പറയാം. ഇതിനകത്തൊരു പ്രധാന കാര്യമുണ്ട്. ഞാനും നിശ്ചയമായിട്ടും ഈ നിങ്ങളെപ്പോലെ സെയിം ബോട്ടിലും. നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ പെന്തക്കോസ്റ്റൽ സമൂഹത്തിലേക്ക് വരുമ്പോൾ ഇവരാദ്യം നമുക്ക് ഈ കുറെ കള്ളപ്രവാചകന്മാരുണ്ട്. ഒരു ഗതിയില്ലാതെ അലഞ്ഞു നടക്കുന്ന വക്ര നക്ഷത്രങ്ങൾ, വാണ്ടേഴ്സ് ഞാൻ പറയും. ഇവർ വന്നിട്ട് പറയും, ഓരോരുത്തരൊക്കെ ഏതെങ്കിലും വിവരമുള്ള പിള്ളേരെ തലയിൽ നിന്നെ വേലയ്ക്ക് വിളിച്ചിരിക്കുന്നു, കർത്താവിന്റെ വേലയ്ക്ക് വിളിച്ചിരിക്കുന്നു. അപ്പം നമ്മുടെ ചെറിയ പ്രായത്തിൽ ഞാനും അങ്ങനെ തന്നെയായിരുന്നു, വേലയ്ക്ക് വിളിച്ചിരിക്കുന്നു. അപ്പം എന്നോടൊരിക്കൽ ഒരു പരമദ്രോഹി പറഞ്ഞത് ഇങ്ങനെയാണ്, നീ അവനെ എൻ്റെ കൈ കിട്ടിയാൽ ഞാൻ അവനെ വെറുതെ വിടത്തില്ല, വെരി സോറി, അതിനിപ്പം എന്ത് സംഭവിച്ചാലും കുഴപ്പം. അവൻ പറഞ്ഞേക്കുന്നത്, നിന്റെ കർത്താവിന്റെ വേലയിലാണ് ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നത്, നിനക്ക് സെക്കുലർ വിദ്യാഭ്യാസം ചെയ്യാൻ പാടില്ല. പാടെന്ന് പറഞ്ഞാൽ ബോധം കെട്ട് വിവരം കെട്ട് ഇവനെ പോലൊക്കെ നടക്കണം, വിദ്യാഭ്യാസം ചെയ്യാൻ പാടില്ല. നീ വിദ്യാഭ്യാസം ചെയ്താൽ നിന്റെ വലത് കൈ മുറിഞ്ഞ് താഴെ റോഡിൽ കിടക്കുന്ന ഞാൻ കാണുന്നു, ഒരു കൈ ഇല്ലാത്തവനായി നീ ജീവിക്കുന്നത് കാണും. അപ്പൊ കുഞ്ഞു പ്രായമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടി വിറച്ചിട്ടുണ്ട്. ഇന്ന് ആ തെമ്മാടി എൻ്റെ കൈ കിട്ടിയ നല്ല അടി ഞാൻ കൊടുക്കും അവനിനി എവിടുത്തെ പ്രവാചകനായ. ഇങ്ങനെയുള്ള കുറെ അമ്മമാർ ഇറങ്ങിയിട്ടുണ്ട്, എന്നെ വേലയ്ക്ക് വിളിച്ചിരിക്കുന്നു. ഒരു നോർത്ത് ഇന്ത്യൻ ഞാൻ മുമ്പൊരിക്കൽ ചെയ്തപ്പോൾ ഒരു ദൈവദാസൻ, പുള്ളി ദുബായിൽ വലിയൊരു ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യൻ, വലിയൊരു ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യൻ, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പ്രവാചകൻ, സാ 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 പാ 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 സാ സാ ജി ജി എന്നൊക്കെ പറയുന്ന സാധനം. ഈ മനുഷ്യൻ അവിടെ ഗൾഫിൽ ചെന്നിട്ട് ഇയാൾ ഒരു ബിസിനസ്സുകാരൻ ഇങ്ങനെ പറഞ്ഞ് കർത്താവിന്റെ വേലയ്ക്ക് എന്നെ വിളിച്ചിരിക്കുന്നത്, നോർത്ത് ഇന്ത്യക്ക് വിളിച്ചേക്കുന്നത്. നോർത്ത് ഇന്ത്യക്ക് വിളിച്ചത് ഈ പ്രവാചകന്മാർ പറഞ്ഞ പേടിയായി ആൾക്ക്. ഒന്നാമത്തെ കാര്യം, ഈ പ്രവാചകന്മാർ പാവപ്പെട്ട ക്രിസ്ത്യാനികൾ വിശ്വാസികൾക്ക് പേടിയാണ്. അപ്പൊ ഇവര് ഇത് പേടിച്ചിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു, അന്നേരം തന്നെ റിസൈൻ ചെയ്തു. നല്ല ഭയങ്കര ബിസിനസ്സും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നല്ല കുടുംബം, മക്കളൊക്കെ നന്നായിട്ട് പഠിക്കുന്നു, ഭാര്യ പിള്ളേരുണ്ട്. ഇവരെ എല്ലാം കൂടെ പോയിട്ട് വാരി കെട്ടി ബിസിനസ്സും കളഞ്ഞിട്ട് നേരെ നോർത്ത് ഇന്ത്യ വന്നിട്ട് പട്ടിണി കിടക്കുക. ദൈവം അയച്ചതാണോ? അല്ല. പിന്നെ ആരയച്ച? ഈ സാസാ ചാച്ച ഈ സാധനം അയച്ചത് ഈ ദ്രവ്യാഗ്രഹികളായി കള്ളപ്രവാചകം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞു വരുന്നത്? കാരണം അദ്ദേഹം ബിസിനസ് എല്ലാം കൊണ്ടിപ്പോ കുറച്ച് പൈസ കിട്ടി, അത് ഇവനും കൊടുത്തു. ഈ അവനും കൊടുത്തു. എന്നിട്ട് ഈ മനുഷ്യൻ നോർത്ത് ഇന്ത്യ കിടന്നിട്ട് എന്നോട് പേഴ്സണലി സംസാരിച്ചു, പക്ഷെ ഇങ്ങനെയാ സംഭവിച്ചത്. ഞാൻ പറഞ്ഞു, നിങ്ങളെ കർത്താവ് വിളിച്ചോ? ഇല്ല. പിന്നെ ആര് വിളിച്ചു? കർത്താവിന്റെ പ്രവാചകൻ വിളിച്ചു. ആ പ്രവാചകൻ വിളിച്ച് അങ്ങാരോട് ഇനി പ്രൊവൈഡ് ചെയ്യാൻ പറ, ആ നല്ലത്. ഇങ്ങനെ കുറെ ആളുകളുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന പറയുമ്പോൾ, വേലയും കളഞ്ഞ് ജോലിയും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ജോലി ചെയ്താലൊക്കെ പാപമാണോ? ആ, പൂർണ്ണസമയം വേലയ്ക്കാണ് വിളിച്ചിരിക്കുന്നത്. ഞാൻ ന്യൂ ടെസ്റ്റ്മെന്റ് മൊത്തം പിന്നെ പഠിച്ചപ്പോൾ ഒരൊറ്റ എണ്ണത്തെയും പൂർണ്ണസമയം വേലയ്ക്ക് വിളിച്ചിട്ടില്ല. സത്യത്തെ ഏറ്റവും കൂടുതൽ പൂർണ്ണസമയം വേല ചെയ്തത് അപ്പോസ്തലനായ പൗലോസാണ്. പക്ഷെ അപ്പോസ്തലനായ പൗലോസും പറയാം, ഞാൻ നിങ്ങളുടെ ഇടയിൽ കൂടാരപ്പണി ജീവിച്ചു. എനിക്കിപ്പം ഞാൻ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഞാൻ എവിടെയോ വായിച്ചതാ, ആയിരക്കണക്കിന് വിശ്വാസികൾ എഫെസോസ് സഭയിലുണ്ട്. എഫെസോസ് പട്ടണം മൊത്തം വചനത്താൽ നിറഞ്ഞതാണ്. പട്ടണം മുഴുവൻ ദ വേർഡ് ഓഫ് ഗോഡ് ഗ്രൂ മൈറ്റ്ലി ആൻഡ് പ്രിവെയിൽഡ് എന്ന ദേവാലയം, അതായത് എഫെസോസ് പട്ടണത്തിൽ കർത്താവിന്റെ വചനം വളർന്നു പ്രബലപ്പെട്ടു. ഭയങ്കരമായ ഒരു സഭയുണ്ട്, വലിയ സഭ. ആ സഭയിൽ പൗലോസ് അപ്പോസ്തലൻ സെന്റ് ഓഫ് മീറ്റിങ്ങിന് പ്രസംഗിക്കുമ്പോൾ, നിങ്ങൾ അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായത്തിൽ വായിക്കണം. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ആടിനെയും മാടിനെയോ നിങ്ങളുടെ വസ്ത്രമോ ഒന്നും ഞാൻ മോഹിച്ചിട്ടില്ല. നിങ്ങളുടെ ഇടയിൽ ഞാൻ കൂടാരപ്പണി ചെയ്ത് ജീവിച്ചു. സ്തോത്രാഴ്ച ജീവിച്ചെന്നല്ല, ദശാംശം വിധി ജീവിച്ചെന്നല്ല. വേദോസത്തെ മൊത്തം വിശ്വസിക്കുന്ന, ഫുൾ ടൈം പ്രസംഗിക്കുന്ന, ഫുൾ ടൈം ഞങ്ങൾ വചനത്തിന് വേണ്ടി നിൽക്കുന്നു എന്ന് പറയുന്ന പ്രൊട്ടസ്റ്റന്റ് സമൂഹത്തോട് ഞാൻ ചോദിക്കുന്നു, സിറ്റ് ഡൗൺ, അവിടെ ഇരുന്ന് കേക്ക്. വേർ ഇറ്റ് ഈസ് ഇൻ ദ ബൈബിൾ. Paul ever collected tithe from any church? കൂടാരപ്പണി. I'm regretting. കാരണം എൻ്റെ ചെറുപ്പക്കാരോട് ഞാൻ പറയാം, ദയവായിട്ട് ശ്രദ്ധിക്കുക.
ഈ കള്ളന്മാർ പറഞ്ഞ് കേൾക്കരുത്. നിങ്ങൾക്കൊരു ജോലി സമ്പാദിക്കുക, അന്തസ്സായിട്ട് ജീവിക്കുക, നല്ല ജോലി ചെയ്യുക, സമ്പത്ത് കർത്താവിന്റെ നാമത്തിന് വേണ്ടി അർഹതയുള്ളവർക്ക് കൊടുക്കുക, നിങ്ങളെ ശുശ്രൂഷിക്കുന്നവരെ സഹായിക്കുക. ദൈവരാജ്യമാണ്, ദൈവഭവനമാണ് നിലയിൽ നിങ്ങൾ ചെയ്യുക. കർത്താവിന്റെ വേല ചെയ്യുക, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ഞായറാഴ്ചയും മാത്രം ഈ പണി ചെയ്യുന്ന ഈ വൃത്തികെട്ട, ഓപ്പൺലി ഐ ആം ടെല്ലിങ്, ടൈം വേസ്റ്റ്. സത്യം പറയാൻ പറ്റത്തില്ല. ഒരു ദൈവവചനം പറ്റത്തില്ല. ഒരു ദൈവവചനം സത്യം പറഞ്ഞ, ഇപ്പം ചർച്ച് ഓഫ് ഗോഡിൽ, IPCയിൽ, ഷാരോൺ ഫെലോവിൽ, ഏജിയിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു പാസ്റ്റർക്ക് ഒരു ട്രൂത്ത്, അവരുടെ സംഘടനയ്ക്ക് അപ്പാർട്ട് ഫ്രം ദറ്റ് ഡിനോമിനേഷൻ ട്രൂത്ത് പ്രസംഗിക്കാൻ പറ്റും? തൻ്റെ ഇടം ഉണ്ടോ? നട്ടലുണ്ടോ നിങ്ങൾക്ക്? ഇല്ല. നിങ്ങൾ നട്ടല് പാടപ്പിണ്ടി പോലെ വളച്ചു വെക്കും. കാരണം എന്തറിയാമോ? സത്യം പറഞ്ഞാൽ നിങ്ങൾ ഔട്ടാവും. കാരണം നിങ്ങൾക്കൊരു കുടുംബമുണ്ട്, നിങ്ങൾക്ക് മക്കളുണ്ട്, നിങ്ങൾക്ക് ജീവിച്ചേ പറ്റത്തുള്ളൂ. കാരണം നിങ്ങളുടെ ജീവിതം ഇവിടെ കമ്മിറ്റഡാണ്. ഐ എം സോ സോറി പാസ്റ്റേഴ്സ്, ഐ എം വെരി മച്ച് സോറി ഓഫ് യു, ഐ ലവ് യു. അങ്ങനെയാണ് നമ്മുടെ അവസ്ഥ. നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇനി നമുക്ക് കൂലിപ്പണിക്ക് പോകാൻ പറ്റും. അപ്പൊ കൂലിപ്പണിക്ക് നമ്മൾ പോയാൽ എന്ത് പറയും? അവൻ പിന്മാറ്റത്തിൽ പോയെന്ന് പറയും. ഏതായാലും ജോലിക്ക് പോയാൽ എന്താ പറയും? അവൻ പിന്മാറ്റം, കർത്താവിന്റെ വേലയിൽ നിന്ന് പിന്മാറിപ്പോയെന്ന് പറയും. അത്ര ഗതികേടിലാണ് നമ്മൾ. സോ ദൈവദാസന്മാർ ആ നിലയിലേക്ക് അങ്ങനെ പോകരുത്. നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. ഇനിയെങ്കിലും ഒരു കർത്താവിന്റെ വേലക്കാരൻ. ഇപ്പം കുറെ ന്യൂ ജനറേഷൻ കുറെ പോക്കറുകൾ ഇറങ്ങിയിട്ടുണ്ട്, ഈ ആഫ്രിക്കയിലെ ഭൂതം പിടിച്ചോണ്ട്. അവന്മാരുടെ എല്ലാം അവർക്ക് വേദോസം അറിയത്തില്ല, ബൈബിൾ അറിയത്തില്ല, ബൈബിളിലെ ABCD അറിയത്തില്ല, പ്രവചനമാണ്. പെയിന്റ് പാട്ട കാണുന്നു, ഇട്ടിരിക്കുന്ന ഗാർമെന്റ്സിന്റെ കളർ കാണുന്നു, പോക്കറ്റിൽ കർച്ചീഫ് കാണുന്നു, കർച്ചീഫിനകത്ത് ATM കാർഡ് കാണുന്നു, ATM കാർഡിന്റെ പുറകിലെ നമ്പർ കാണുന്നു. നിനക്കൊക്കെ വേറെ ഒന്നും കാണാനില്ലേ? നിനക്ക് കൊലോസ്യ ലേഖനത്തിലെ വചനത്തിന്റെ വെളിപ്പാട് കാണാൻ പറ്റൂ? ഡേറ്റ് കാണുന്നു, മാരേജിന്റെ ഡേറ്റ് കാണുന്നു, ഒരു കാറിന്റെ നമ്പർ കാണുന്നു. ഞാൻ ഇവരോട് ചോദിക്കുക, it is a challenge to you, new generation prophets, can you preach? ഒരു കൊലോസ്യ ലേഖനത്തിലെ ഒരു വാക്യം ഞാൻ നിങ്ങൾക്ക് തരാം. 1 മണിക്കൂർ ഇന്ന് പ്രസംഗിക്കാൻ പറ്റും. 1 മണിക്കൂർ മുട്ടാണ് നിങ്ങളുടെ. കാരണം അതിനകത്ത് ഫോൺ നമ്പർ ഇല്ല, അതിനകത്ത് വചനമാണ്. അപ്പൊ നിങ്ങൾ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമല്ല, എനിക്കറിയാം കുറെ കൗബോയ്സിനെ എനിക്ക് നന്നായിട്ട് അറിയാം. ദ ജസ്റ്റ് ഗോയിങ് ആഫ്റ്റർ, കുടുംബം കലക്കി കുടുംബത്തെ നശിപ്പിച്ച് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത കുറെ എണ്ണമുണ്ട്. അവരെല്ലാം ഇങ്ങനെ നടക്കുക. നമ്മൾ ഈ പേപ്പട്ടി കണ്ടാൽ അടിച്ചു ഓടിക്കുന്ന പോലെ ഇത് സാധനങ്ങളെ കണ്ട് അടിച്ചു ഓടിക്കേണ്ടവരാ. സ്കൂളിൽ പോയിട്ടില്ല, ബൈബിൾ ഒരു പ്രാവശ്യം പോലും വായിച്ചിട്ടില്ല, പക്ഷെ ഇവരെ പൊക്കിക്കൊണ്ട് നടക്കുന്നത് ഭയങ്കര പുള്ള. നീയൊക്കെ എന്ത് നാണം കെട്ട ഗ്രൂപ്പാണോ നിങ്ങളൊക്കെ? ഐ എം ആസ്കിങ് യു, ആർ യു എഡ്യൂക്കേറ്റഡ്? നിങ്ങളൊരു ഡോക്ടർ എടുക്കാൻ പോവുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ, നിങ്ങളൊരു ഡോക്ടർ എടുക്കാൻ പോകുന്നു, അയാളൊരു വ്യാജ വൈദ്യന്റെ അടുക്ക നിങ്ങളുടെ ശരീരം കൊണ്ട് കാണിക്കൂ. നിങ്ങളുടെ ആത്മാവ്, നിത്യതയോളം നിലനിൽക്കേണ്ട നിങ്ങളുടെ ജീവൻ, ദൈവവുമായിട്ടുള്ള ബന്ധം, ഇത്രയും കാര്യങ്ങളെ ശുശ്രൂഷിക്കുന്ന ഒരു ദൈവത്തിന്റെ ദാസൻ അറ്റ്ലീസ്റ്റ് ബൈബിൾ മൊത്തം പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ബൈബിൾ സ്കൂൾ സെമിനാരി വിട്ടേര്, അത് വിട്. ബൈബിൾ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? ബൈബിൾ മൊത്തം പഠിക്കാത്തൊരു പാസ്റ്ററിന്റെ മുമ്പിൽ പോയി നിങ്ങളുടെ ആത്മാവിന് വേണ്ടി നിങ്ങൾ കുത്തിയിരിക്കുക, അതിനെ ബലപ്പെടുത്താതിരിക്കുക. അർത്ഥം ഇത്രയേ ഉള്ളൂ. MBBS പഠിക്കാൻ വേണ്ടി സ്കൂളിൽ പോയിട്ട് ഒരു മാസം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഒരു ഡോക്ടർ, വ്യാജ ഡോക്ടർ, ചെവിയിൽ കുഴലും തൂക്കി വന്നിരിക്കുമ്പോൾ അയാളുടെ അടുക്കൽ നിങ്ങൾ ചികിത്സിക്കാൻ പോകുന്നതിനേക്കാളും ഗതികേടാണ് ബൈബിൾ അറിയാത്ത ഒരു പാസ്റ്ററുടെ മുമ്പിൽ പോയിരുന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവന് വേണ്ടി, നിങ്ങളുടെ ആത്മാവിന് വേണ്ടി, നിങ്ങളുടെ ആത്മീയ വർദ്ധനയ്ക്ക് വേണ്ടി ഇരിക്കുന്നത്. യു ആർ സ്പെൻഡിങ് യുവർ ടൈം, യു ആർ വേസ്റ്റിംഗ് യുവർ ടൈം. സോ അറ്റ്ലീസ്റ്റ് ഒരു ദൈവദാസൻ എന്ന് പറഞ്ഞാൽ മൊത്തം പഠിച്ചിരിക്കാൻ അറിഞ്ഞു. ഞാൻ ഈ പറഞ്ഞു വരുന്ന കാര്യം കാശുണ്ടാക്കാനുള്ള മാർഗമായത്. ഓക്കെ, അപ്പോൾ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. എന്ത് ചെയ്യാൻ പറ്റും? കഴിഞ്ഞ ദിവസം എന്നോട് ഒരു IPCയിൽ ഒരു പാസ്റ്റർ, പേരെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നാളെ IPCക്കാർ അവൻ്റെ കഴുത്തിന് പിടിക്കും. അപ്പോൾ പാവത്തിന് എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നു പാസ്റ്റേ, എനിക്കൊരു മോളുണ്ട്, അവളെ ഒന്ന് കല്യാണം കഴിപ്പിച്ച് വിടണം. ആ കല്യാണം കഴിപ്പിച്ച് വിട്ടാൽ ഞാൻ ഈ മർമ്മം മഹതിയാൻ ബാബിലോൺ കളഞ്ഞ് ഞാൻ പുറത്തിറങ്ങുന്നു. IPCയിലെ പാസ്റ്റർ, സ്റ്റിൽ ഇസ് എൻ ഓർഡൈൻഡ് പാസ്റ്റർ, ഇസ് എ മാൻ ഓഫ് ഗോഡ്, വെളിച്ചമുള്ള മനുഷ്യൻ. നിവൃത്തിയില്ല. എന്നോട് പറഞ്ഞു, ശരി, എൻ്റെ മക്കള് അറ്റ്ലീസ്റ്റ് അവരെ എവിടെയെങ്കിലും ഒന്ന് എത്തിക്കട്ടെ. ഞാനിപ്പോൾ പുറത്തിറങ്ങിയാൽ ഞാൻ എന്നാ ചെയ്യാൻ പറ്റും? ശരിയാ, കഷ്ടമാണ്. സോ ഞാൻ ഒരു കാര്യം പറഞ്ഞു, യങ്ങർ പീപ്പിൾ, നിങ്ങൾ ആത്മാർത്ഥമായി കർത്താവിനെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനായിരിക്കും, നിങ്ങൾ കർത്താവിന്റെ വേല ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഫസ്റ്റ് ഓഫ് ഓൾ യു മസ്റ്റ് ഹാവ് എ ജോബ്. ഒരു ജോലി നിങ്ങളുണ്ടാകണം. ജോലിയിൽ നിന്നുകൊണ്ട് നിങ്ങൾ കർത്താവിന്റെ വേല ചെയ്യണം. യു ക്യാൻ റൺ എ ചർച്ച്, യു ക്യാൻ പ്രീച്ച് ദ ഗോസ്പൽ, യു ക്യാൻ ടീച്ച് ദ വേർഡ്, യു ക്യാൻ ബി എ ബ്ലെസ്ഡ് പേഴ്സൺ ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. എവ്രി അപ്പോസ്റ്റൽസ്, ബൈബിൾ ഇങ്ങനെ പറയുന്നത്, അവർ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് കർത്താവിന് വേല ചെയ്യുകയാണ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാം, ഞാനും ഐ എം ട്രൈങ് മൈ ലെവൽ ബെസ്റ്റ്, ഐ എം ഡൂയിങ് മൈ ലെവൽ ബെസ്റ്റ്.
ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എൻ്റെ ബാങ്കിൽ പൈസ എപ്പോൾ കുറയുമോ ഐ ഗോ ഫോർ എ ജോബ്. ഏത് ജോലിക്ക് ഞാൻ പോകും. ഐ ക്യാൻ ഗോ ടു ഡ്രൈവിംഗ്, എനിത്തിങ്. ഞാൻ പോയിട്ടുണ്ട്. ഐ എം നോട്ട് അഷേംഡ് ഓഫ് ഇറ്റ്, ഐ എം പ്രൗഡ് ഓഫ് ഇറ്റ്. ചില സമയത്ത് നമുക്ക് കിട്ടത്തില്ല, ഏതെങ്കിലും നില ലഭിക്കുമ്പോൾ ഐ യൂസ് ദാറ്റ് ഓപ്പർച്യൂണിറ്റീസ്. അങ്ങനെയാണ് നമ്മൾ കർത്താവിന്റെ വേല ചെയ്യുന്നത്. പ്രേയിങ് ടു ഗോഡ് എവറി ഡേ. എൻ്റെ ആവശ്യങ്ങളെല്ലാം ഞാൻ എൻ്റെ ദൈവത്തോട് പറയും. മൈ ഗോഡ് ഈസ് എ പ്രൊവൈഡർ, ഹി ഈസ് റിച്ച്, ഹിൽ പ്രൊവൈഡ്, ഹിൽ ഓപ്പൺ ദ ഹാർട്ട്സ് ഓഫ് ദ പീപ്പിൾ ആൻഡ് ഹെൽപ്പിംഗ് മീ. ഐ എം നോട്ട് അഗൈൻസ്റ്റ് ദാറ്റ്, ബട്ട് ഐ എം ടെല്ലിംഗ് യു, don't be a slave of any denominations. Be a servant of God for the Almighty God and for the kingdom of God, for the glory of the kingdom of God. Okay, so beware of it. ഞാനത് അബഹം പറഞ്ഞു വിടുക. അതുകൊണ്ട് ഗിവിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ടൈത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇല്ലീഗൽ. ഞാൻ ഇന്ന് ഐ വാസ് ടോക്കിംഗ് വിത്ത് മൈ ഫാദർ. എൻ്റെ പപ്പ ഭയങ്കര ടൈത്തിൻ്റെ ആളാണ്. ഞങ്ങൾക്ക് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പം ട്യൂഷൻ്റെ ഫീസ് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എൻ്റെ അപ്പൻ്റെ പോക്കറ്റിൽ പൈസ ആണ്. എന്തിനെന്ന് അറിയുമ്പോൾ ദശാംശം കൊടുക്കാൻ പറ്റും. 2 രൂപ സ്റ്റാമ്പ്. അന്ന് ഈ 2 രൂപ ഒന്നും കിട്ടത്തില്ല കേട്ടോ. ഇന്നത്തെ പിള്ളേർ 2 രൂപ നിറച്ചിരിക്കും. 2 രൂപയുടെ സ്റ്റാമ്പിന് കൊടുക്കാൻ കാശില്ലാത്തതുകൊണ്ട് എന്നെ സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ പപ്പയുടെ കയ്യിൽ സ്തോത്രാഴ്ചയുടെ ആ ബാഗ് പേഴ്സിനകത്ത് നാളത്തെ ഞായറാഴ്ച കൊടുക്കാനുള്ള ദശാംശം വെച്ചേക്കും. എന്നെ സ്കൂളിൽ നിന്ന് പുറത്തിറക്കി വിട്ടു. കാരണം ഈ പഠിപ്പിച്ചു വെച്ചേക്കുക, കർത്താവിൻ്റെ നാമത്തിന് കൊടുക്കാനുള്ള ദശാംശം നീ തൊട്ടാൽ നിന്റെ തലമുറ ആശുപത്രി പോകും, നീ അത് ആശുപത്രി കൊടുക്കേണ്ടി വരും. പറഞ്ഞിട്ടുണ്ട് 100 പ്രാവശ്യം. ദശാംശം കൊടുത്തില്ലെങ്കിൽ ആശുപത്രി പോകേണ്ടി വരുമെന്ന് എത്ര പാസ്റ്റർമാർ പ്രസംഗിച്ചിട്ടുണ്ട്. നിങ്ങൾ കേട്ടായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ നേതാവ് പറഞ്ഞത്, ദശാംശം കൊടുക്കാത്തതിന് വേണ്ടി പ്രാർത്ഥിക്കരുത്, ആ പ്രാർത്ഥന ദൈവം കേൾക്കൂല. ഇയാളാരാ? എനിക്ക് വിവരമുണ്ടോ ഇയാൾക്കൊക്കെ? ഇത്രയും വലിയ വളർന്നിട്ട് തലമുടി നരച്ച് 100 കണക്കിന് സഭയുടെ നേതാവായിരിക്കും പറയാം ദശാംശം കൊടുക്കാത്തതിന് വേണ്ടി പ്രാർത്ഥിക്കരുത്. ashamed of you, such a wicked people you are. Such a wickedness you have. Ashamed of you. പ്രാർത്ഥിക്കരുത്. ദൈവം കേൾക്കത്തില്ലെന്ന്, അവനെ വെറുതെ വിടത്തില്ല, ദൈവം അവനെ രക്ഷിക്കത്തില്ല. നാണമില്ലല്ലോ ഇവരുടെയൊക്കെ പുറകെ പോയിരിക്കുക. വെള്ള ഉടുപ്പും കറുത്ത് വാൻഡ് വിട്ടുകൊണ്ട് ഇരിക്കുക. നാണമില്ലയോ നിങ്ങൾക്ക്? തിരിച്ചു ചോദിക്കാനൊക്കെ നിനക്ക് ബോധമില്ലയോ? നിങ്ങൾ എൻ്റെ തലയിൽ കയറാൻ വരുമല്ലോ. ചോദിക്കാം അങ്ങോട്ട്. അയാളെ വിളിച്ചു വരും. ദേ ആർ വിക്കഡ് പീപ്പിൾ. ആലോചിച്ച് നോക്കി. ദശാംശം കൊടുത്തില്ല ക്യാൻസർ വരും, ദശാംശം കൊടുത്തില്ല കഴ്സ് ആണെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. കഷ്ടം. മാത്രമല്ല ഇപ്പൊ വേറൊരു ഫിലോസഫി ഇറങ്ങിയിട്ടുണ്ട്. എന്താ പറയുമോ? ആവേശം കയറുക, പൈസ എടുത്തിട്ട് എങ്ങോട്ട് എറിയുക? പുൾപിറ്റോട്ട് എറിയുക, പൈസ എടുത്ത് എറിയുക. പാസ്റ്റർമാരൊക്കെ ഇതെവിടെ നിന്ന് വന്ന് ഭൂതം എന്നറിയുമോ? ഇത് ആഫ്രിക്കൻ ഭൂതം. നിങ്ങൾക്കറിയാം ആഫ്രിക്കയിൽ കുറെ കളപ്രവാചകന്മാരുണ്ട്. അതിൽ കുറെ ഞാനിപ്പോ മിക്കവാറും വരെ കണ്ടിട്ടുണ്ട്. ദേ ആർ ദ എംബോഡിമെന്റ് ഓഫ് പ്രൗഡ്. അതിൽ ഏറ്റവും വലിയ ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന് പറഞ്ഞ പോലെ നിതാന്ത്യ വന്യ ദിവ്യ ശ്രീ മേജർ രവി അല്ല, മേജർ യൂബർട്ട് ഏഞ്ചൽ. ഞാൻ ഒരിക്കൽ പറയുക, I am too bigger than you, stupid nonsense. I am so bigger than you. എന്തൊരു പ്രൗഡാ മനുഷ്യൻ. അത് കേട്ടിട്ട് കൈവിട്ടുന്ന മന്ദബുദ്ധിയോ. മേജർ prophet. Idiot. You are a looter. You are a looter. It's a charlatan. I'm too bigger than you. ഞാൻ എന്തായാലും ലൂസിഫറിന്റെ കഥ വിശ്വസിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ചെക്ക് വിത്ത് ജീസസ് ക്രൈസ്റ്റ്. അവന്റെ ശബ്ദം തെരുവിൽ കേൾക്കാനില്ല, അവന്റെ ഒച്ച കേൾക്കാനില്ല, അവൻ പുകയുന്ന തിരിയെ കെടുത്തുന്നില്ല, ചതഞ്ഞ ഓട ഓടിക്കുന്നില്ല. ഇതാ എൻ്റെ ഉള്ളം താങ്ങുന്ന എൻ്റെ ദാസൻ. ഹൗ ഹംബിൾ അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഇവിടെ നിന്നായി പഠിച്ചുകൊണ്ട് വന്നേക്കുന്നത്. പൈസ എടുത്ത് പുൽപ്പിറ്റ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? വാരി എറിയുമ്പോൾ എൻ്റെ ഓപ്പണായിട്ട് ഞാൻ പറയും, ഞാനും ദാരിദ്ര്യത്തിലൂടെ ഒക്കെ പോകുന്ന ആളാണ്. ഞാനും പരിമിതമായ ജീവിതം നയിക്കുന്നത്. ഈ പൈസ എടുത്ത് കെട്ടെടുത്ത് ഇവിടോട്ട് എറിയുന്ന കാണുമ്പോൾ നിശ്ചയമായിട്ടും അവിടെ ദരിദ്രനായ മനുഷ്യൻ, അവൻ്റെ കുഞ്ഞിന് ഒരുപക്ഷെ പാല് വാങ്ങിക്കാൻ കൊടുക്കാൻ പറ്റാതെ, വൈകുന്നേരം എന്ത് കഴിക്കണമെന്നാകെ അറിയാതെ ചിന്തിക്കുന്ന ആളുകൾ ഒരുപക്ഷെ ആ സഭയിൽ ഒരു തുട്ടെടുത്തെറിയാൻ പോലും കഴിയാതിരിപ്പുണ്ട്. അവരുടെ മനസ്സിൽ എന്താ ചിന്തിക്കുന്നത്? ദൈവമേ,
ആ എറിഞ്ഞ പൈസയിൽ ഒരു 100 രൂപ എൻ്റെ പോക്കറ്റിൽ നിന്ന് കാറ്റടിച്ച് വന്നിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നവരുണ്ട്, അറിയോ? ചിന്തിച്ചിട്ടുണ്ടോ? എത്രയോ പേര് ദരിദ്രരായി, ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പറ്റാതെ, ഫീസ് കൊടുക്കാൻ പറ്റാതെ, വീട് വെക്കാൻ പറ്റാതെ, മക്കളെ വിവാഹം കഴിച്ച് അയക്കാൻ പറ്റാതെ കഷ്ടപ്പെടുമ്പോ ഇവിടെ കാശ് എടുത്തങ്ങ് എറിയോ? കഴിഞ്ഞിടയ്ക്ക് ഒരു കോട്ടയത്തെ ഒരു ഭീകരൻ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്. പുള്ളി പറഞ്ഞ ഇങ്ങനെയാണ്, നിങ്ങൾ ദരിദ്രന്മാർക്കല്ല കൊടുക്കണം, ധനവാന് കൊടുക്കണം, ധനമുള്ളവന് കൊടുക്കണം. അതാണ് റിച്ച് ആയിട്ടുള്ള സോയിൽ. നിങ്ങൾ കൊണ്ട് മരുഭൂമിയിൽ വിതയ്ക്കരുത്, നിങ്ങൾ നല്ല നിലത്ത് വിതയ്ക്കണം. നല്ല നിലം എപ്പോഴും ദ്രവ്യമുള്ളവന്റെയാണ് എന്ന് പറഞ്ഞാൽ പണക്കാരന് കൊടുത്താലേ നീ അനുഗ്രഹിക്കപ്പെടും. എന്നെ ആലോചിച്ച് നോക്കിയേ. ഞാൻ പലപ്പോഴും ദൈവത്തോട് പറയാം, ലോർഡ്, എന്തിനാണ് എന്നെ ഇതിനകത്ത് വിളിച്ചത്? പ്ലീസ്. ഇത്രയും അഴുക്കും മാലിന്യവും ഇത്രയും കപടതയും അസത്യങ്ങളും വിശ്വസിക്കാൻ കൊള്ളാത്ത ഈ സംഭവങ്ങൾ നിറഞ്ഞിരിക്കുന്നതിനകത്തോട് എന്തിനാ യേശുപ്പ എന്നെ വിളിച്ചെന്ന് 100 times I asked the Lord. I never ever ഞാൻ സമ്പാദിച്ചിട്ടില്ല. ചിലർ പറയുന്നുണ്ട്, താങ്കൾ ഒരുപാട്, പെന്തക്കോസിലെ ചില മന്ദബുദ്ധികൾ പറയുന്നുണ്ട്, താങ്കൾ ഇവിടെ വന്ന് തിന്നല്ലോ, താങ്കൾ അവിടെ നിന്ന് കുടിച്ചല്ലോ, താങ്കൾ ഇവിടെ നിന്ന് നേടിയല്ലോ. കഴിഞ്ഞിടയ്ക്ക് ഒരു തിരുവനന്തപുരത്തുകാരൻ പറയാം, താങ്കൾ എൻ്റെ അപ്പൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. ആന്നറാ, നിന്റെ അപ്പൻ്റെ ഞാൻ വാങ്ങിച്ചു. ആ പൈസയും കൊണ്ടാണ് ഞാൻ തിരുവനന്തപുരത്ത് പോയി സെക്രട്ടേറിയറ്റ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. വേണമെങ്കിൽ നിന്റെ അപ്പൻ്റെ പേരൂടെ അങ്ങോട്ട് എഴുതി വെക്കാം. നിന്റെ അപ്പൻ തന്ന പൈസ കൊണ്ടാണ് ഞാൻ സെക്രട്ടേറിയറ്റ് ഉണ്ടാക്കി അവിടെ സ്പോൺസർ ചെയ്തേക്കുക. നാണോ ഇല്ലല്ലോ അതിനൊക്കെ പറയാം. ഇപ്പൊ ഇങ്ങനെ കുറച്ച് ആളുകളുണ്ട്, കൊടുത്തിട്ട് അമ്മ വന്ന് തിന്നു. ചില മുമ്പൊക്കെ കേൾക്കുമായിരുന്നു, ഞങ്ങളുടെ അവിടെ നിന്ന് കുറെ തിന്നു കുടിക്കാൻ വേണ്ടിയാണോ അതിന്റെ പേര്? ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തിന്നു കുടിക്കാനൊന്നും ഇല്ലേ? തിന്നുന്നതിനും കുടിക്കുന്നതിനും കണക്ക് പറയുന്ന നിലയിലേക്ക് അതമ്പതിച്ചു പോയി സംഭവം. കാരണം എന്താ പറയുമോ, ഇവരുടെ കോൺസെപ്റ്റേ തെറ്റാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ അപ്പൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, അപ്പ ദശാംശത്തെ കുറിച്ച് ഞാൻ എൻ്റെ പപ്പേനോട് ഇപ്പം പറഞ്ഞു, എടാ പണ്ട് ഇത് കൊടുത്തില്ലെങ്കിൽ ആശുപത്രി പോകേണ്ടി വരും, രോഗിയായി പോകേണ്ടി വരും, അപകടത്തിൽ പോകും, അത് മക്കളുടെ തലമുറയ്ക്ക് ദോഷമാണ്, കുഞ്ഞുങ്ങൾക്ക് ദോഷമാണ്, മക്കളുടെയൊക്കെ നന്മ ആഗ്രഹിക്കുന്നെങ്കിൽ കർത്താവിന് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നിർബന്ധിച്ച് പാവപ്പെട്ടവരിങ്ങനെ മക്കൾക്ക് ഫീസ് പോലും കൊടുക്കാതെ ദശാംശം കൊണ്ട് കൊടുക്കുക, പഠിപ്പിച്ചു വെച്ചേക്കുക. പ്രസ്ഥാനം ഏതാ? ചർച്ച് ഓഫ് ഗോഡ്, ഫുൾ ഗോസ്പൽ. ഇറ്റ്സ് നോട്ട് ഫുൾ ഗോസ്പൽ, ഫുൾ ഗോസ്പൽ. foolishness. This is not full gospel. This is manipulation. Okay. ഇനി ഞാൻ ഒരു കാര്യം പറഞ്ഞ് നിർത്താൻ പോവാം. ഇത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇത് യേശു ക്രിസ്തു ലൂക്കോസിന് സുവിശേഷം 21-ാം അധ്യായത്തിൽ 1, 2, 3, 4 വാക്യം വായിക്കാൻ പോകും. ഇതെല്ലാവർക്കും ഈ കൊടുക്കുന്ന ആളുകൾക്ക് ഭയങ്കരമായിട്ട് ജനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെസ്സേജ്. ശ്രദ്ധിക്കും. അവൻ തലപൊക്കി ധനവാന്മാർ ഭണ്ഡാരത്തിൽ വഴിപാടിടുന്നത് കണ്ടു. ഒരു ദരിദ്രയായ ഒരു വിധവ 2 കാശ് ഇടുന്നത് കണ്ടിട്ട് അവൻ, ഈ ദരിദ്രയായ വിധവ എല്ലാവരെക്കാളും അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നല്ലോ വഴിപാടിട്ടത്, ഇവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ള ഉപജീവനം ഒക്കെയും ഇട്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാം, ഈ വേർഡ്, ഈ വാക്യത്തെ കർത്താവ് നൽകിയ ഈ അപ്രിസിയേഷനെ ഏറ്റവും പോസിറ്റീവായ നിലയിലാണ് നമ്മുടെ ഓൾ ക്രൈസ്തവ ലോകം പഠിപ്പിക്കുന്നത്. അപ്പം കർത്താവിന് വേണ്ടി കൊടുക്കണം എന്ന് പഠിപ്പിക്കുന്നവർ പറഞ്ഞു നോക്കിയേ, ദൈവം ആ വിധവയുടെ ചില്ലിക്കാശിനെ നോക്കി അവളെല്ലാവരേക്കാൾ അധികമായിട്ടിരിക്കുന്നു. കാരണം എന്താണ്? അവർക്ക് ആകെയുള്ളത് അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്കുള്ളതെല്ലാം കർത്താവിന് കൊടുക്കണം എന്ന നിലയിലേക്ക് ഈ ഒരു സംഭവത്തെ നല്ല നിലയിൽ നമ്മുടെ ആളുകൾ ഉപയോഗിക്കാറുണ്ട്. ഇസ് ഇറ്റ് റൈറ്റ്? സത്യമല്ലേ? പ്രിയപ്പെട്ടവരെ നോക്കി, അവൾക്ക് ആകെ ഉണ്ടായിരുന്നു. നോക്കി, അവളെ എഴുതി, എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നല്ലോ വഴിപാടിട്ടത്, ഇവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ള ഉപജീവനം ഒക്കെയും ഇട്ടിരിക്കുന്നു. അപ്പം നമ്മുടെ എല്ലാം ചിന്ത എന്തോ, ജീസസ് ക്രൈസ്റ്റ് ഈ ഒരു ഗിവിങ്ങിനെ എന്ത് ചെയ്തു? ഭയങ്കരമായിട്ട് അങ്ങ് അപ്രീഷിയേറ്റ് ചെയ്തു, അല്ലേ? അങ്ങനെയല്ലേ നിങ്ങൾ കേട്ടിട്ടുള്ളത്? അങ്ങനല്ലേ നിങ്ങളെ കെന്നത്ത് കോപ്ലാൻഡ് പഠിപ്പിച്ചത്, കെന്നത്ത് ഹാഗൻ പഠിപ്പിച്ചത്, ജെസ്സി ഡൂപ്ലിയന്റ് പഠിപ്പിച്ചത്? എന്തോ താങ്ക് ഗോഡ്
നമ്മുടെ ക്രഫ്ലോ ഡോറ എന്തായാലും മാനസാന്തരപ്പെട്ടു. ബെന്നിഹിൻ പഠിപ്പിച്ചത് കുറെ എണ്ണമുണ്ട്. വിൻസെന്റ് സംതിങ് അദ്ദേഹം പഠിപ്പിച്ചത്. ഒരു സാം ചെല്ലത്തുരൈ ഡൽഹി ഇവിടെ മദ്രാസിൽ പഠിപ്പിക്കുന്നത്. Give all you have to the Lord. It is very much pleasing unto God. Give. Hallelujah. അപ്പൊ ഒത്തിരി പേർക്ക് ഇവിടെ ഇന്നത്തെ ഈ മീറ്റിങ്ങിന് വേണ്ടി 1,00,000 രൂപ കൊടുക്കുന്ന ഒരു ബ്രദറിനെ കർത്താവ് കാണുന്നു. എഴുന്നേറ്റോ, ഇവിടെ 4 പേരുണ്ട്, എഴുന്നേറ്റോളം പറയും. പാവം ജനം, ശരിയായിരിക്കും കർത്താവ് കാണിച്ചു കൊടുത്തതെന്ന് പറഞ്ഞാൽ കാശുള്ളവരങ്ങ് എഴുന്നേക്കും. പിന്നെ അവനും ഒരു മനസുഖം, 10 പേരുടെ മുമ്പ് ഞാൻ 1,00,000 കൊടുക്കുന്നു കാണിക്കുകയും ചെയ്യാം. അതിനെ നല്ലതായിട്ട് ഉപയോഗിക്കാൻ അറിയാവുന്ന ബിസിനസ്സുകാരായ ധീരുഭായിനെ അംബാനിയെ പോലെ ആയേണ്ടവരൊക്കെ ഒത്തിരി പേര് പാസ്റ്റർമാരായിട്ടുണ്ട്. സത്യം, ഇവർ ഈ പാസ്റ്റർമാരായതുകൊണ്ട് ഇങ്ങനെ ആയി. അല്ലെങ്കിൽ ഇവർ വെളിയിലായിരുന്നെങ്കിൽ അംബാനിക്കൊക്കെ പകരമായേനെ. പക്ഷെ അതിനേക്കാൾ വലിയ ബിസിനസ് ഇവിടെ നടത്തുന്നുണ്ട്, അത് വേറെ കാര്യം. താങ്ക് ഗോഡ്. ഞാൻ എന്തായാലും അതിലേക്ക് ഇല്ലാത്തതിനായ സ്തോത്രം. എനിക്കതിന് താല്പര്യമില്ല. ഇപ്പൊ ഈ വാക്യം, ഈ വിധവയായ ആള് തനിക്കുള്ളതിൽ അധികം കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്? കർത്താവ് അത്ര അപ്രീഷിയേറ്റ്. കണ്ട പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് ഭയങ്കര പൈസ കൊടുത്തവരുണ്ട്, പക്ഷെ അവരെയൊന്നും നോക്കില്ല. ഈ വിധവയുടെ കയ്യിലുള്ളത് ഒന്നുമില്ല, സീറോയാ ബാലൻസ്. ഉള്ളത് ഉപജീവനം മുഴുവൻ എന്ത് ചെയ്തിരിക്കുന്നു? കൊടുത്തിരിക്കുന്നു. ഇവിടെ ഇത് അപ്രീസിയേഷൻ ആണോ എന്തോ ഇതിനർത്ഥം? നിങ്ങൾ ഇന്ന് വരെ കേൾക്കാത്തൊരു കാര്യം ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ, ഇത് വായിക്കണമെങ്കിൽ ഇതിന്റെ പശ്ചാത്തലം ഒന്ന് വായിക്കണം. പശ്ചാത്തലം ഞാൻ അതിന്റെ 20 ഫുള്ള് വായിക്കുന്നില്ല. 44 ഭാഗം. ദാവീദ് അവനെ കർത്താവ് എന്ന് വിളിക്കുന്നു. പിന്നെ അവന്റെ പുത്രനാകുന്ന എങ്ങനെ ചോദിച്ചോക്കെ. ദാറ്റ് ഈസ് അനദർ കോണ്ടെക്സ്റ്റ്. ഐ വാണ്ട് ടു റീഡ് ഫ്രം 45. എന്നാൽ ജനമൊക്കെയും കേൾക്കെ, ശ്രദ്ധിക്കണേ, ജനമൊക്കെയും കേൾക്കെ അവൻ തന്റെ ശിഷ്യന്മാരോട്, യേശു പറയാം, നിലയങ്കികളോടെ നടപ്പാൻ ഇച്ഛിക്കുകയും അങ്ങാടിയിൽ വന്ദനവും പള്ളിയിൽ മുഖ്യാസനവും അത്താഴത്തിൽ പ്രധാന സ്ഥലവും പ്രിയപ്പെടുകയും ചെയ്യുന്ന ശാസ്ത്രിമാരെ സൂക്ഷിച്ചോളും. വചനം പഠിപ്പിക്കുന്നവരെ, ഈ ബൈബിൾ ശാസ്ത്രി എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സിനെ സൂക്ഷിച്ചോളാൻ. അവരുടെ പ്രത്യേകത എന്താണ്? നിലയങ്കി ധരിച്ച് നടക്കും. അപ്പൊ അവരുടെ വേഷത്തിൽ സ്തോത്രം, ഫുൾ സ്ലീവ് ഷർട്ട് ഇടത്തുള്ളൂ, വെള്ള ഇടത്തുള്ളൂ, ചന്ത പോയാലും വെള്ള ഇടത്തുള്ളൂ, മരണവീട്ടിൽ പോയാലും വെള്ള ഇടത്തുള്ളൂ, കല്യാണത്തിന് പോലും വെള്ള ഇടത്തുള്ളൂ. കാരണം എന്ന് ചോദിച്ചാൽ പറയും, സ്വർഗത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ ദൈവം നമുക്ക് തരുന്ന വെള്ള നിലയങ്കിയാണ്. എടാ, വസ്ത്രത്തിനകത്തെങ്കിലും ഒരു നല്ല ഡ്രസ് ഇടറോ. ഞാൻ മനസ്സിലാക്കി സത്യം പറയാം, പൊളിറ്റീഷ്യൻസ് വെള്ള ഇടുന്നത്, എല്ലാ പൊളിറ്റീഷ്യൻസ് വെള്ള ഇടുന്നത്, എല്ലാ ഉപദേശിമാരും വെള്ള ഇടുന്നത്, എല്ലാ മതനേതാക്കന്മാരും ഉള്ളല്ലോ. കാരണം ഈ വെള്ളയ്ക്കകത്തൊരു രസമുണ്ട്. നമ്മുടെ എല്ലാ അഴുക്കും മറയ്ക്കാൻ പറ്റിയ വേഷം വെള്ളയാണ്, യൂണിഫോമാണ്. വെള്ള കയറി തൊടല്ലേ, സഹിക്കത്തില്ല. ഇപ്പൊ നമ്മുടെ തിരുവനന്തപുരത്തെ വെള്ളക്കാരനെ ഇപ്പൊ ഓടി വരും മിക്കവാറും. പുള്ളിക്ക് വെള്ളയെ അറിയത്തുള്ളൂ. വെള്ളയങ്കി നിലയങ്കി എന്ന് പറഞ്ഞ നിലയങ്കിളിയോട്, കഴുത്തു മുതൽ പാത വരെ നീണ്ടു നിൽക്കുന്ന കുപ്പായത്തോട് നടക്കും. അങ്ങാടിയിലെല്ലാം തങ്ങളെ വന്ദനം ചെയ്യണം, സാർ, ഗുരു, പ്രഭു എന്ന് വിളിക്കണം. പള്ളിയിൽ ചെന്ന ആദ്യം ഫ്രണ്ടിൽ സ്ഥലം കിട്ടണം. അത്താഴത്തിനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ സ്ഥലം പ്രത്യേക സീറ്റിൽ കൊടുക്കണം. കണ്ടിട്ടില്ലേ നമ്മുടെ കല്യാണമൊക്കെ വിളിക്കുമ്പോൾ പാസ്റ്റേഴ്സിന് വേണ്ടി മാത്രം റിസർവ്, എവിടെ ആരും ഇരുത്തത്തൊന്നുമില്ല കേട്ടോ. പാസ്റ്റർമാരൊക്കെ സ്പെഷ്യലായിട്ട് ഇരുന്നല്ലേ പറ്റത്തുള്ളൂ. അപ്പം വേറെ എവിടെ കൂടെ ഒന്നും വന്നിരിക്കാൻ പറ്റില്ല, അവരൊക്കെ വലിയ ആളുകൾ. അത്താഴത്തിൽ പ്രിയപ്പെടുകയും ചെയ്യുന്ന ശാസ്ത്രിമാരെ സൂക്ഷിക്കണം. മനസ്സിലാകുന്നുണ്ടോ? ഇതെല്ലാം യേശുക്രിസ്തു പഠിപ്പിച്ചു. അടുത്തത്, അവർ, ഇനി ഞാൻ കേൾക്കേണ്ടത്, അവർ വിധവമാരുടെ വീടുകളെ വിഴുങ്ങുകയും. വിധവമാരുടെ വീടുകളെ വിഴുങ്ങുക എന്ന് പറഞ്ഞാൽ എന്തുവാ? അമ്മാരെല്ലാം പോയി വീടിനെ വിഴുങ്ങുക. ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാനും പണം അപകരിക്കാനും പറ്റിയ ആളുകൾ ഈ വിധവമാരും. വിധവമാരെന്ന് പറഞ്ഞാൽ ചോദിക്കാനും പറയാൻ ആരുമില്ല. സ്ത്രീകൾ, പ്രത്യേകിച്ച് ഇപ്പൊ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ. ഒത്തിരി സഹോദരിമാർ എനിക്ക് പേഴ്സണലി സംസാരിക്കാറുണ്ട്. അബദ്ധം പറ്റിപ്പോയി പാസ്റ്റർ, ലക്ഷക്കണക്കിന് രൂപ അമ്മമാർ അടിച്ചുകൊണ്ട് പോയി പാസ്റ്റർ. ഇനി അവർ അടിച്ചുകൊണ്ട് പോകത്തില്ല, കാരണം ദൈവം അവർക്ക് കണ്ണ് തുറന്നു കൊടുത്തിരും. വിധവമാരുടെ വീടുകളിൽ എന്ന് പറഞ്ഞാൽ അവരുടെ സമ്പത്തിന് വേണ്ടി അതിനെ വിഴുങ്ങുന്നവർ, അവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നവർ, അവരെന്ത് ചെയ്യുകയാണ്? അവരെ ചൂഷണം ചെയ്യുന്നവർ, ഞാൻ അങ്ങനെ പറയാം.
സ്വത്ര ചെയ്യണം കേട്ടോ, കർത്താവിന് വേണ്ടി കൊടുത്തോക്കണം. പിന്നെ നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന ഇതുണ്ടല്ലോ, ഏതാ മാസാമാസം കിട്ടുന്ന പെൻഷൻ, കർത്താവിന് കൊടുക്കുക. അപ്പൊ ഈ സ്ത്രീകൾ എന്ത് ചെയ്യും? കിട്ടുന്ന പെൻഷൻ മൊത്തം കൊണ്ടുവന്ന് ഈ ശാസ്ത്രിക്ക് കൊടുക്കും. വിധവമാരുടെ വീടുകളെ വീഴുക, ഉപായരൂപേണ ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പറഞ്ഞാൽ പ്രത്യേക ഒരു പ്രാർത്ഥനയും കൊടുക്കും. നിങ്ങൾ കേട്ടിട്ടില്ലയോ? ഇപ്പോൾ നന്മകൾക്ക് വേണ്ടി, ഇപ്പം ഇന്ന ആളുകൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുകയാണ്, ഇവിടെ ചിലരുടെ മേൽ ഒരു പ്രത്യേക നിയോഗം, തലമുറയുടെ മേൽ ഭയങ്കര ഒരു ബ്ലെസ്സിങ് വരാൻ പോവാ. ഇപ്പൊ ഈ ഒരു മിനിസ്ട്രിക്ക് വേണ്ടി ഇന്ന രൂപ കൊടുക്കാൻ ഇത്ര പേര് ഇതിനകത്തോണ്ടെന്ന് ആത്മാവ് പറയുന്നു. പറയണം, എഴുന്നേക്കും. എന്നിട്ട് അവർക്ക് വേണ്ടി ഒരു ദീർഘമായൊരു പ്രാർത്ഥനയുണ്ട്. ഓ, ഇവരുടെ തലമുറകൾ രാജ്യങ്ങളെ കൈവശപ്പെടുത്തട്ടെ, ദേശങ്ങളെ കീഴടക്കട്ടെ, ഓ പോകുന്നിടത്തെല്ലാം ഭയങ്കര വിടുതലുകൾ ഉണ്ടാകട്ടെ, ജാതികളുടെ സമ്പത്ത് ഇവരുടെ കുടുംബത്തിൽ കുമിഞ്ഞു കൂടട്ടെ, രാജാക്കന്മാരുടെ മഹത്വം ഇവരുടെ വീട്ടിലേക്ക് എരമ്പി എത്തട്ടെ എന്നൊക്കെ പറഞ്ഞ് ദീർഘമായിട്ടൊരു പ്രാർത്ഥനയും പ്രാർത്ഥിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും, ഓ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും, ഭയങ്കരമാണ്, ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കും. അവർക്ക് വലിയ ശിക്ഷാവിധി വരും. ദേഷ്യപ്പെട്ട് സംസാരിക്കുക, ഇവന്മാർക്ക് മൊത്തം ശിക്ഷാവിധി വരും. ശാസ്ത്രിമാരെ, വിധവന്മാരുടെ വീടുകളെ ചൂഷണം ചെയ്ത് വിഴുങ്ങുന്നവരെ. എന്നിട്ടാണ് യേശുക്രിസ്തു വിധവയുടെ കഥ പറഞ്ഞത്. നിങ്ങൾക്ക് ഇതിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലായോ? അപ്പൊ ഈ സ്ത്രീ തനിക്കുള്ളത് മുഴുവൻ കൊണ്ടുവന്ന് ഭണ്ഡാരത്തിലിടാൻ കാരണം എന്താ? ഏതോ ഒരു കള്ളശാസ്ത്രി ഈ പാവപ്പെട്ട സ്ത്രീയുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, നിന്നെ ദൈവം മാനിക്കാൻ പോവുകയാണ്, നിന്റെ ദാരിദ്ര്യം മൊത്തം മാറ്റാൻ പോവുകയാണ്, നിന്റെ ജീവിതത്തെ ദൈവം ഉയർത്താൻ പോവുകയാണ്, അതുകൊണ്ട് നിനക്കുള്ളത് ഏറ്റവും നല്ലത് തമ്പുരാൻ അർപ്പിച്ചോ, ദൈവം അത്ഭുതം ചെയ്യാൻ പോകും. ഈ ശാസ്ത്രി പോയി ചൂഷണം ചെയ്ത് വിഴുങ്ങിയ ഈ പാവപ്പെട്ട വിധവയാണ് ഇപ്പോൾ ഭണ്ഡാരത്തിൽ കൊണ്ടുവന്ന് 2 വെള്ളിക്കാശിട്ടിരിക്കുന്നത്. 2 വെള്ളിക്കാശാണോ? അതെ അതെ, 2 കാശിട്ടിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ട് ഇതിന്റെ കോണ്ടെക്സ്റ്റ്? എന്നിട്ട് പറയാണ്, ഇവരെല്ലാവരും സമർത്ഥി നിന്നിട്ട് ഇവളോ തങ്ങൾക്ക് ഉള്ളതിൽ നിന്നിട്ട് എവിടുന്ന് കിട്ടി ഇവർക്ക് പ്രചോദനം? തനിക്കുള്ളതെല്ലാം ഇട്ടത് എവിടുന്ന് കിട്ടി പ്രചോദനം? നോട്ട് ബിക്കോസ് ഓഫ് പ്രയർ. കാരണം ബൈബിളിൽ ഓൾഡ് ടെസ്റ്റമെന്റിൽ ദരിദ്രന്മാർ ദശാംശം കൊടുക്കണ്ട, ദരിദ്രന്മാർ ഒന്നും കൊടുക്കണ്ട. കാരണം ആവർത്തന പുസ്തകത്തിൽ 14-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്, നീ ചെയ്യുന്ന സകല പ്രവൃത്തിയിലും നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് നിന്നോടുകൂടെ ഓഹരിയും അവകാശവും ഇല്ലാത്ത ലേവ്യനും നിന്റെ പട്ടണത്തിലുള്ള പരദേശിക്കും അനാഥനും വിധവയും വന്ന് തൃപ്തരാകണം. ഇതിലെ 3 ആണ്ടുകൾ കൂടുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ദശാംശമാവട്ടെ. അപ്പൊ വിധവയും ദരിദ്രനും അനാഥനും ഒക്കെ തൃപ്തനാകണം. അവനെന്ന് പിരിക്കാൻ പോകരുത്. നീ അവർക്ക് കൂടെ എന്ന് പറഞ്ഞാൽ അന്നുണ്ടായിരുന്ന ടൈത്ത് വിധവയ്ക്കും കൂടെ ഉള്ളതാ. അപ്പൊ വിധവ ഇവിടെ തൻ്റെ ഉള്ളതെല്ലാം കൂടെ കൊണ്ടുവന്ന് ഭണ്ഡാരത്തിൽ ഇട്ടത് കർത്താവ് അത് അപ്രീഷിയേറ്റ് ചെയ്തതല്ല. ജീസസ് ക്രൈസ്റ്റ് വാസ് ആംഗ്രി ഈ സംഭവത്തിൽ. ആ സ്ത്രീയെ കുറ്റപ്പെടുത്തിയില്ല. പക്ഷെ ഇതിന്റെ പിറകിൽ ഇത് ചെയ്യാൻ കാരണം, ഇതിന് പ്രേരണ നൽകിയത് ഈ അങ്ങാടിയിൽ വന്നനവും പന്തിയിൽ മുഖ്യ സ്ഥാനവും ഈ അങ്കിയിട്ട് നടക്കുന്ന ഈ കള്ളശാസ്ത്രിയാണ് ഇതിനെ കാരണക്കാരനെന്നാ യേശു പറഞ്ഞത്. ഇത് പറഞ്ഞിട്ട് ഉടനെ യേശു എന്താ പറഞ്ഞത്? ദേവാലയത്തെ കുറിച്ച് പറയുകയാണ്, കല്ലിന്മേൽ കല്ല് ശേഷിക്കാൻ നാശം വരുന്നു, ജഡ്ജ്മെന്റ് പറഞ്ഞു. അപ്പം യേശു ക്രിസ്തു ഈ വിധവയോട് കൊടുക്കാൻ പറഞ്ഞു. ഈ വിധവ ഇത് കൊടുത്തു എന്ന് പറഞ്ഞതിന്റെ സാരം സന്തോഷത്തോടെ പറഞ്ഞല്ല, കോപത്തോടെ പറഞ്ഞാണ്. ഈ സ്ത്രീ ശാസ്ത്രിമാരുടെ ഇരയാണ്. ഈ പാവപ്പെട്ട സ്ത്രീ, വിധവയായ സ്ത്രീ, ഈ കള്ളശാസ്ത്രിയുടെ കള്ളപ്രാർത്ഥനയാലും ചൂഷണത്തിലും വിധേയപ്പെട്ട് കൊടുക്കേണ്ടി വന്നവളാണ്. അതാണ് ഇതിന്റെ അർത്ഥം. എന്താ ക്രൈസ്റ്റ് പറഞ്ഞത്? ദ ജഡ്ജ്മെന്റ് ഈസ് എന്നോട് പറഞ്ഞു. ജീസസ് ക്രൈസ്റ്റ് വാസ് നോട്ട് സ്മൈലിംഗ് അറ്റ് ഹർ ഗിഫ്റ്റ്. അവൾ കൊടുത്തതിനകത്ത് യേശു ചിരിക്കുകയല്ല, വാസ് ആംഗ്രി. കയ്യിലുള്ള മൊത്തം കൊടുത്തു, ഹാപ്പി അല്ല, വാസ് ആംഗ്രി. കൊച്ചിന് കൊടുക്കേണ്ട പാല് വാങ്ങിക്കേണ്ട പൈസ കൊണ്ട് സ്തോത്രാച്ച കിട്ടു. ജീസസ് ഈസ് ആംഗ്രി വിത്ത് യു, ആംഗ്രി വിത്ത് യു എന്ന് പറഞ്ഞാൽ കർത്താവ് പറയാ, ടെമ്പിൾ സിസ്റ്റത്തോടും, അതായത് ഈ ടെമ്പിൾ, ഈ ആലയമാണ് ഇവരെ പരിപാലിക്കേണ്ടത്. പക്ഷെ ഈ ആലയം ഈ വിധവയുടെ പണത്തെ ചൂഷണം ചെയ്യുക. Praise the Lord. കർത്താവിനറിയാം, that woman is very faithful and sincere. Believed that. അവൾ വിചാരിച്ചു to give everything to
ദ കറപ്റ്റഡ് സിസ്റ്റം ടു ഏൺ ഗോഡ്സ്. എനിക്ക് തോന്നുന്നു ഇവിടെ വിചാരിച്ചു എല്ലാം കൊടുത്താലേ ദൈവം തന്നെ അംഗീകരിക്കുന്നുള്ള പാവം സ്ത്രീ. ഇത് തന്നെയാണ് ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനിക്ക് സംഭവിക്കുന്നത്. സാധുക്കൾ എല്ലാം വാരി കൊടുത്താലേ അനുഗ്രഹിക്കപ്പെടുത്തു. Today I'm telling you, you scribes, you pastors, bishops, prophets, is not good. Jesus is not happy. ബാക്കി ഞാൻ പറയുന്നില്ല. ഓക്കെ, ജീസസ് അവരുടെ മേൽ പറഞ്ഞ എന്തുവാണ്? ഡാമിനേഷൻ ഈസ് കമ്മിങ്, ജഡ്ജ്മെന്റ് ഈസ് കമ്മിങ്. അതായത് ഇങ്ങനെ പറഞ്ഞാൽ ലാസ്റ്റ് കൺക്ലൂഷൻ പറഞ്ഞ ജീസസ് ട്രൂ കിങ്ഡം ഡസ് നോട്ട് ഗിൽറ്റ് ദ വൾണറബിൾ ഇൻടു ഗിവിംഗ്. ഒന്നുമില്ലാത്ത ദരിദ്രരായവരോട് കൊടുക്കാൻ പറയുന്നതല്ല, അല്ലെങ്കിൽ കൊടുത്തില്ലെങ്കിൽ കുറ്റബോധത്തിൽ നടത്തുന്നതല്ല ദൈവത്തിന്റെ രാജ്യം. ലിഫ്റ്റ്സ് ദം അപ്പ്. കിങ്ഡം ലിഫ്റ്റ്സ്, അവരെ ഉയർത്തുന്നു, മുറിവുകളെ കെട്ടുന്നു, അവരെ ഓർമ്മപ്പെടുത്തുന്നു. ഒന്നുമില്ല, ദരിദ്രര, ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പോലില്ല, കൊടുത്തില്ല എന്ന് വെച്ചിട്ട് ഒരു കുറ്റബോധവും വേണ്ട, ഹാപ്പി ആയിരിക്കും. കിങ്ഡം വിൽ ലിഫ്റ്റ് യു, ഹീൽ യുവർ വൂണ്ട്, നിങ്ങളെ ഓർമ്മപ്പെടുത്തും. യു ആർ വർത്ത് മോർ ദാൻ ഓൾ ദ കോയിൻസ് ഇൻ ദ ടെമ്പിൾ. യേശു ക്രിസ്തുവിന് ആ വിധവയോട് പറയാനുള്ളത്, ഡോട്ടർ, യു ആർ more worthier than all the coins in the temple and all the gold in the temple. The kingdom values you. So let us be faithful to God, loving to God. Don't be fooled by this. എന്താ പറയേണ്ടെന്ന് അറിയത്തില്ല. ഷനാനിയെ, അതായത് കപട വേഷധാരികളോട് നിങ്ങൾ ഒഴിവുള്ളവളായിരിക്കുക, കർത്താവ് അനുഗ്രഹിക്കട്ടെ. യു ആർ മോർ വാല്യുബിൾ ദാൻ എനി ഓഫറിംഗ് ഇൻ ദ വേൾഡ്, എനിത്തിങ് ഇൻ ദ വേൾഡ്. മേ ഗോഡ് റിയലി ബ്ലെസ് യു. നിശ്ചയമായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. ഒത്തിരി പേർ, ലക്ഷക്കണക്കിന് ആളുകൾ ഞാൻ വിചാരിക്കുന്നു ഇതേ അവസ്ഥയിലാണ്. പ്ലീസ് ഷെയർ ദിസ് വീഡിയോ. നിങ്ങളുടെ കമൻസ് നിങ്ങൾക്ക് നിശ്ചയമായിട്ടും ഇൻബോക്സിൽ പറയാൻ പറ്റും. പിന്നെ ഞാൻ എൻ്റെ വാക്കുകൾ ഇച്ചിരി കട്ടിയോടെ പറഞ്ഞെങ്കിൽ അത് യേശുവിനോടുള്ള സ്നേഹത്തിലും ദൈവരാജ്യത്തോടുള്ള എൻ്റെ കമ്മിറ്റ്മെൻ്റ് ആണ്. കള്ളത്തരം കാണിക്കുന്നവരെ ബ്രദർ എന്ന് വിളിക്കുന്നതിൽ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ബ്രദർ എന്ന് വിളിക്കാം, നോ പ്രോബ്ലം. പക്ഷെ അതിനകത്ത് ചെയ്ത തെറ്റാണെന്ന് പറയുന്നത് അത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് മറ്റൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.